പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല, ഡിപ്രഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഈയിടെയായിട്ട് ദൈവത്തിൻ്റെ കയറി ഒന്ന് ചൊറിഞ്ഞു. അപ്പോൾ പിള്ളേർക്ക് അതൊന്ന് കൊണ്ടു. അപ്പോൾ പിള്ളേരതിനുള്ള റിപ്ലൈ ഇട്ടു. അപ്പോൾ ഈ റിപ്ലൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറയണ എല്ലാ കാര്യവും ശരിയാണെന്നൊന്നും ആരും പറയാറില്ല. പക്ഷേ ഈ കാര്യത്തിൽ ആൾ പറഞ്ഞത് പക്കയാണ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ നമുക്ക് നോക്കാം, അതിനൊന്ന് റിയാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അദ്ദേഹം ഈ ലോകയാത്ര നടത്തിയ അദ്ദേഹത്തിൻ്റെ ആ ക്യാപിറ്റൽ അദ്ദേഹം മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വന്നിരുന്ന് ദൈവത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മതങ്ങളെക്കുറിച്ചും അതുപോലെ സംസാരിക്കും, ആർക്കും സംസാരിക്കും. പക്ഷേ യാതൊരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാതെയുള്ള സംസാരങ്ങൾ, മതം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമാണ്, മണ്ടത്തരമാണ് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ എങ്ങനെയാണ് സന്തോഷത്തോടെ നമ്മൾ പരിചയപ്പെട്ടുള്ളത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ല, എന്തിനാ ഇത്ര തിന്മ നിറഞ്ഞ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അഭിപ്രായത്തിൽ ഇത്ര ആവശ്യമില്ലാത്തതും കാലഹരണപ്പെട്ടതുമായിട്ടുള്ള ഇങ്ങനെ ഒരു ഏർപ്പാടിന് എന്തിനു ബഹുമാനിക്കണം? അത് പുച്ഛിച്ച് തള്ളു തന്നെ ചെയ്യുക. അതുകൊണ്ട് ബഹുമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ഈ മതം പഠിപ്പിച്ച വിഡിതങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റിയതല്ല ഇതൊന്നും പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം എന്ന് പറയുന്നത് പൊട്ടത്തരം എന്ന് അദ്ദേഹം ആദ്യം ഡിഫൈൻ ചെയ്ത് വെക്കണം. അദ്ദേഹം മതം എന്നുള്ളത് പൊട്ടത്തരം. ഈ ആ മതം പറയുന്ന പൊട്ടത്തരം ശാസ്ത്രത്തിന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റും. ഇതിന് അടിസ്ഥാനപരമായിട്ട് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിന്റെ മേഖല എന്താണ്, മതത്തിന്റെ മേഖല എന്താണ് എന്ന് നമ്മൾ സന്തോഷ് ജോർജ് വളരെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ നിലവാരം അളക്കപ്പെടുന്നതാണ്. അപ്പോൾ പുള്ളിയുടെ റെസ്പോൺസിൽ തുടക്കം തന്നെ സയന്റിസത്തിനെ അഡ്രസ്സ് ചെയ്ത രീതിയിലാണ് ഹിലാൽ സംസാരിക്കുന്നത്. സയന്റിസത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, ആളെ പ്രശ്നം എന്താ വെച്ചാൽ, ഹിലാലിൻ്റെ കൺസേൺ എന്താ വെച്ച് കഴിഞ്ഞാൽ മതത്തിൻ്റെ മേഖല വേറെയാണ്, സയൻസിൻ്റെ മേഖല വേറെയാണ്. ഇപ്പോൾ ധാർമ്മികത, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എപ്പിസ്റ്റമോളജി, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. അത് ചില കാര്യങ്ങളെ പറ്റി മതത്തിനെ പറയാൻ പറ്റൂ, മൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മതത്തിനെ പറയാൻ പറ്റുള്ളത്. ഇത് ഇതിന് ഓപ്പോസിറ്റായിട്ടും വ്യൂ ഉണ്ട്. അതായത് സയൻസിനെ ഒരു പ്രത്യേക രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ സയൻസിന് ഈ മേഖലയിലൊക്കെ ഇടപെടാൻ പറ്റും. അത് മാർട്ടിൻ ബൗഡ്രി എന്നൊരു പ്രശസ്ത ഫിലോസഫറിനെ വെച്ചിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൻ്റെ സമ്മറൈസേഷനും നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് പോയി കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. തുടക്കത്തിൽ കേൾക്കാത്തൊരു ഫിലോസഫർ. അതെ, അതെ, പ്രശസ്തനാണ്. അപ്പോൾ ബേസിക്കലി ഇവിടെ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിൻ്റെ മെത്തഡോളജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ യുക്തിപരമായിട്ട് എവിഡൻസിൻ്റെ ബേസിൽ ഏതാണ് ശരിയാവാൻ കൂടുതൽ പ്രോബബിലിറ്റി എന്ന് കുറച്ച് അനാലിസിസുകൾ നടത്തിയിട്ട് അത് വിശ്വസിക്കുക. ഇതാണ് ഒരു ശാസ്ത്രത്തിൻ്റെ രീതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയാണ് നമ്മൾ ഏതൊരു കാര്യത്തിനും എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ശാസ്ത്രത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് പുള്ളി പറഞ്ഞതിൽ യാതൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ശാസ്ത്രത്തിന്റെ മേഖല എന്താണ്, അത് പിന്നെ ഓരോ കാര്യങ്ങളുടെ മെക്കാനിസത്തെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ഒരു കത്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ശാസ്ത്രത്തിന്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽസ് വെച്ചിട്ട് കത്തി ഉണ്ടാക്കാം എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയും. എന്നാൽ മതം എന്ന് പറയുന്നത് മതത്തിന്റെ മേഖല എന്നുള്ളത് ആ കത്തി വെച്ചിട്ട് ഒരാളെ കത്തി കയറ്റണം എന്നുള്ളത്, അല്ലെങ്കിൽ അതേ കത്തി വെച്ച് ഒരു പച്ചക്കറി അരിഞ്ഞ് അത് ഭക്ഷണമായി കഴിക്കണം എന്നുള്ളതാണ് മതം പറയുന്നത്. അപ്പോൾ മൊറാലിറ്റിയെ കുറിച്ച്, വാല്യൂസിനെ കുറിച്ച്, വിർച്യൂസിനെ കുറിച്ച്, വിശുദ്ധത്തെക്കുറിച്ചാണ് മതം സംസാരിക്കുന്നത്. എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര മാത്രമല്ല, ഇപ്പോൾ നവനാസ്തികരും പൊതുവെ ഇപ്പോൾ കേരളത്തിലൊക്കെ യുക്തിവാദികൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഞങ്ങളാ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മാർട്ടിൻ ബൗദ്രി എന്നുള്ള ഫിലോസഫർ പറഞ്ഞ പോലത്തെ ഒരു വ്യൂ ആണ് ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുറച്ച് മേഖലയിലേക്ക് ചുരുങ്ങി ഒരു നാരോ വ്യൂ അല്ല ശാസ്ത്രം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ധാർമ്മികതയെ പറ്റിയും അതുപോലെ തന്നെ വിശുദ്ധത്തെ പറ്റിയും വാല്യൂസിനെ പറ്റിയിട്ടൊക്കെ ശാസ്ത്രത്തിന് പറയാൻ കഴിയും. ശാസ്ത്രത്തെ എടുത്തിട്ട് ശാസ്ത്രത്തിന്റെ പരിമിതിക്കുള്ളിൽ നിൽക്കാത്ത ദൈവം എന്ന് പറയുന്നത്, ആത്മീയത എന്നുള്ളതിനെ തെളിയിക്കാൻ പറഞ്ഞു. ഇവിടെ ഹിലാൽ പറഞ്ഞ് ശാസ്ത്രത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ദൈവം എന്നുള്ളത്. അപ്പോൾ ഹിലാൽ ബേസിക്കലി കൺഫസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിന് ഒരു തരത്തിലുള്ള തെളിവും ദൈവത്തിൽ കൊടുക്കാൻ പറ്റില്ല എന്ന്. കാരണം ഇവർ തന്നെ ചില ഇൻസ്റ്റൻസുകളിൽ സയൻസ് ബേസ് ചെയ്തിട്ട് ദൈവത്തിന് എവിഡൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അതെ, ഇവർ ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി യൂസ് ചെയ്തുകൊണ്ട്, ശാസ്ത്രത്തിൻ്റെ രീതി യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ പ്രപഞ്ചത്തിലെ ഡിസൈൻ നോക്കൂ, പ്രപഞ്ചത്തിലെ ഫൈൻ ട്യൂണിങ് നോക്കൂ, അങ്ങനെ പ്രപഞ്ചത്തിലെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതൊക്കെ ദൈവത്തിലേക്കാണ് വിരൽ ചൂണ്ട, ദൈവം എന്നുള്ള ഹൈപ്പോത്തസിസിനാണ് സാധ്യത കൂട്ടുന്നത് എന്നുള്ള സയൻറ്റിഫിക് മെത്തഡോളജി ഒക്കെ ഇവർ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് പറയുന്നു അതിലൊതുങ്ങുന്നതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡാണ്, എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം. അതെ, ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ച അവരൊക്കെ നമ്മൾ വിളിക്കുന്ന ത്രികാലജ്ഞാനികളാണ് അല്ലേ? എല്ലാ കാലത്തും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇന്റർനെറ്റിനെ കുറിച്ച് പറയാൻ പറഞ്ഞ ഒരു ത്രികാലജ്ഞാനി ഉണ്ടാവില്ല. ഇത് വാച്ചിട്ട് പറഞ്ഞ കാര്യമില്ല. ഒരു ത്രികാലജ്ഞാനിക്ക് എല്ലാ ബോധം തീർച്ചയായിട്ടും പറഞ്ഞൂടെ 2022 അല്ലെങ്കിൽ 2024 ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാര്യം ശ്രദ്ധിച്ചോണം. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ അറിയാമെങ്കിൽ എന്തൊരു ഗാർബേജ് ആർഗ്യുമെന്റ് അദ്ദേഹം പറഞ്ഞത്. അതായത് ത്രികാലജ്ഞാനികളായിട്ടുള്ള മതത്തിന്റെ മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് 2024 ഇന്ത്യയിൽ നിന്ന് ആളുകൾ ബഹിരാകാശത്തേക്ക് പോകും, അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് മതം പറയാതിരുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മതം ഇലക്ട്രിക്കിനെ കുറിച്ച് സംസാരിക്കാത്തത്, എന്തുകൊണ്ടാണ് ബഹിരാകാശത്തെക്കുറിച്ച് മതം സംസാരിക്കാത്തത് അദ്ദേഹം ചോദിക്കുന്നത്. പുള്ളി പറഞ്ഞത് ബേസിക്കലി ഒരു ഗാർബേജ് ആർഗ്യുമെന്റ് ആണോ? പുള്ളി പറഞ്ഞത് ആക്ച്വലി ഒരു വാലിഡ് കൺസേൺ അല്ല. എന്തുകൊണ്ടാണ് മതം മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മതത്തിന് പറയായിരുന്നു, അതൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇപ്പോൾ യൂസ്ഫുൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു ത്രികാലജ്ഞാനി ആവണമെന്നില്ല, വല്ല സൂപ്പർ പവറിൽ ഏലിയൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം ഈ മതത്തിലുണ്ട്, അല്ലെങ്കിൽ ഇതിൽ എന്തിനെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ അന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഒരിക്കലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ,
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതുപോലെ 2024 അല്ലെങ്കിൽ ഇത്ര വർഷത്തിന് ശേഷം കറക്റ്റ് എണ്ണം പറയാം. ഇപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കറക്റ്റ് എണ്ണം പറഞ്ഞിട്ട് പറയാം, ഇത്ര വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ദാ കാണുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഗ്രഹമുണ്ട്. ആ ഗ്രഹം ഇതുപോലെ ഭൂമി പോലെ തന്നെ വലിയൊരു ഗോളാകൃതിയിലാണ്, ഇങ്ങോട്ട് പോവും എന്നുള്ളത് അറബിയിൽ പറഞ്ഞു വയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നത് ലാംഗ്വേജിന് പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞ കാര്യം അറബിയിൽ പറയാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇനി ദൈവം അല്ലെങ്കിൽ പോലും എന്തോ ഒരു എക്സ്ട്രോഡിനറി, ഇയാൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ആരോ ഇത് ഏതോ സൂപ്പർ നാച്ചുറൽ പവർ കൊടുത്തതാണ്, ഏതോ നമ്മളെക്കാട്ടിലും അറിവുള്ള ഒരാൾ കൊടുത്തതാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ ദോഷം പറയുന്നതല്ലോ ഈ വക സാധനങ്ങൾ, ഇങ്ങനത്തെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ഒന്നും ഒരു ഗ്രന്ഥത്തിലും ഇല്ല. ആകെയുള്ളത് വരി ലിറ്ററേച്ചറിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കണ പോലെ ഓരോ വരികളും പോയറ്റിക് ആയിട്ടുള്ള വരികളിൽ നിന്നും അല്ലാത്ത വരികളിൽ നിന്നും വളച്ചൊടിച്ച് ന്യായീകരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ തട്ടിപ്പ് പ്രഡിക്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവത്തിന് അറിയാം ഓരോ വ്യക്തികളെയും ഓരോ എവിഡൻഷ്യൽ സ്റ്റാൻഡേർഡ് എന്ന് വേണമെങ്കിൽ ആ ഒരു ടേം ഞാൻ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പോൾ പറഞ്ഞത് പുള്ളി ഇങ്ങനെയൊക്കെ പ്രവചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കുറച്ചും കൂടെ വിശ്വാസമായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലും അവരവർക്കൊരു ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ടാവും. ദൈവം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് നല്ല കൂടുമായിരുന്നു, അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഇത് ദൈവത്തിന് അറിയാലോ, ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാലോ ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പ്രവചിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞാലാണ് ദൈവത്തിനായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ കൂടുതൽ സാധ്യത എന്നുള്ളത് ദൈവത്തിന് അറിയാം. കൂടുതൽ സാധ്യത എന്നല്ല, ഉറപ്പായിട്ട് അറിയാം ദൈവത്തിന് എന്താണ് എന്നുള്ളത്. ആ ഒരു കാര്യം ദൈവം കൊടുക്കണില്ല. അതിന് വ്യക്തമാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കൂടുതൽ ഈ അടുത്തായി വ്യവഹരിക്കുന്നത് ഇത്തരത്തിലുള്ള മേഖലയല്ല. ബഹിരാകാശത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങോട്ട് പോകാനിരിക്കുന്ന യാത്രയെക്കുറിച്ച് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം മതപുസ്തകം തുറന്നു കഴിഞ്ഞാൽ മതഗ്രന്ഥം തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മതഗ്രന്ഥങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ്, അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഖുറാൻ തുറന്നു വെച്ചിരിക്കുന്ന നോക്കുക, പിന്നെ അനാട്ടമിയെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫിസിയോളജിയെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ, മനുഷ്യൻ്റെ ഹൃദയം അത് ഒരു മിനിറ്റ് എത്ര തവണ മിടിക്കും എന്ന് ഖുറാനുണ്ടോ? ആ ഖുറാനില്ല. അപ്പോൾ ഖുറാൻ എന്താണ്? അത് പ്രശ്നമാണ്. ഖുറാനിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന പ്രസക്തി ഒന്നും ഖുറാനില്ല. കാരണം ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി പിന്നെ കുറച്ചും കൂടി ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവരെ തുറന്നു നോക്കുകയാണ്, ഭൂമി എത്ര തവണ കറങ്ങും എന്നുള്ളതിനെക്കുറിച്ച് ഖുറാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഖുറാനിൽ ഇതൊന്നുമില്ല. അപ്പോൾ ഖുറാൻ പറഞ്ഞാൽ പിന്നെ ശരി ഈ രീതിയിലാണ് നമ്മൾ കാണുന്നത് അല്ലല്ലോ. ഓരോരുത്തർക്കും അവരുടേതായിട്ട് മേഖലയുണ്ടോ, പഠന മേഖലയുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയുണ്ടോ, അതൊക്കെ മതഗ്രന്ഥങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എല്ലാം കുത്തി നടത്തിയിട്ടുള്ള എൻസൈക്ലോപീഡിയ ആവണം മതം, അല്ലെങ്കിൽ മതഗ്രന്ഥം, അല്ലെങ്കിൽ അത് പറയുന്ന ആളുകളാവണം പിന്നെ മതത്തിന്റെ അധ്യക്ഷന്മാർ എന്നാണ് ഇവർക്ക് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഹിലാൽ ആത്മാർത്ഥമായി മനസ്സിലാക്കിയുള്ള തെറ്റാണ് തോന്നുന്നു. നമ്മൾ പറയണത് ഓക്കെ അനാട്ടമി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഖുറാനിൽ വേണം, എല്ലാ തരത്തിലുള്ള 10ാം ക്ലാസ്സിൻ്റെ സിലബസും ഒക്കെ ഖുറാനിൽ വേണം എന്നുള്ളതല്ല പറയണത്. ഇതൊരു ദൈവിക ഗ്രന്ഥമാണ്. ഒരാളങ്ങനെ ക്ലെയിം ചെയ്യുന്നു ഇതൊരു ദൈവിക ഗ്രന്ഥമാണെന്ന് ഒരാൾ പറയണു, മറ്റൊരാൾ പറയണു ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയ അല്ലെ എഴുതിയൊരു ഗ്രന്ഥമാണെന്നുള്ളത്, ഒരു അറേബ്യയിലുള്ള ഒരു മനുഷ്യൻ എഴുതിയ ഗ്രന്ഥമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കണം ഓക്കെ ദൈവിക ഗ്രന്ഥമാണെങ്കിൽ ഇതിലെന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഖുറാൻ എടുത്തിട്ടില്ല കേട്ടോ, ഖുറാൻ നോക്കിയിട്ടില്ല. ഇതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ അല്ലെ അറേബ്യയിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിലെന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഖുറാൻ വായിക്കാത്ത ആളാണോ വായിച്ചിട്ടില്ല എന്ന് തന്നെ സങ്കല്പിക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഓക്കെ ഈ ഖുറാനിൽ നമ്മുടെ ഇപ്പോൾ അത് അറേബ്യയിലുള്ള ആളാണ് ഉണ്ടാക്കിയത്, അപ്പോൾ ഇതിൽ പോളാർ റീജിയനിലുള്ള കുറച്ച് പോളാർ ബിയറും അതുപോലെ തന്നെ പെൻഗ്വിൻസിനെയൊക്കെ പറ്റി പറയാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അല്ലെങ്കിൽ ഇത് അറേബ്യയിലുള്ള ആളാണ്, അപ്പോൾ ഒട്ടകങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള മൃഗങ്ങളെ മാത്രം പറ്റി പറയാനാണോ സാധ്യത കൂടുതൽ? അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ഖുറാൻ വായിക്കുന്നതിന് മുമ്പ് ആലോചിച്ച് നോക്കുക ഓക്കെ നമുക്കിങ്ങനെ ചിന്തിക്കുക ദൈവം അയച്ചെടുത്തില്ല, ദൈവത്തിന് എല്ലാ ഇതിനെ പറ്റിയാലോ അറിവുണ്ടല്ലോ. അപ്പോൾ മറ്റ് ഏരിയയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു മരുഭൂമിക്ക് പുറമേയുള്ള പല സ്ഥലങ്ങളിലുള്ള ജീവികളെ പറ്റി പറയാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇയാൾ ഈ അറേബ്യയിലുള്ള ഇയാൾ തട്ടിപ്പ് കാണിച്ചുണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അവിടുത്തെ ജീവികളെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ ഈ ഖുറാനിലാകെ പരാമർശിച്ചിട്ടുണ്ടാവുക അവിടുത്തെ ജീവികളെ മാത്രമാണ്. എന്നിട്ട് നമ്മൾ ഖുറാൻ വായിച്ചു നോക്കുകയാണ്, ദോഷം പറയണതല്ലോ അവിടെ അറേബ്യക്ക് പുറത്തുള്ള ഒരു ജീവികളും അതിലില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി മാത്രമല്ല നമുക്ക് എല്ലാ കാര്യത്തിലും ധാർമ്മികതയെ പറ്റിയിട്ടും ചോദിക്കുക, ഇപ്പോൾ വിസ്ഡത്തിനെ പറ്റിയിട്ടും ചോദിക്കുക. ഇയാളെ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല പുറമെ മറ്റേതിൽ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ത്രികാലജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇന്ന ഡേറ്റിൽ ഒരു കോമറ്റ് വരും, ഇത്തരത്തിലുള്ള പ്രഡിക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, ഇത് ഈ രണ്ടാമത്തെ ആൾ വിശ്വസിച്ച പോലെ അറേബ്യയിൽ ആരോ കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ് എന്നുള്ളത്. ആകെ ഉള്ളത് വളർത്തുമോൻ്റെ പെണ്ണിനെ കെട്ടാനുള്ള. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് നോക്കി, ദൈവം അങ്ങനെ ഇറക്കി കൊടുക്കുകയാണ്, മകനെ നീ വളർത്തുന്ന പെണ്ണിനെ കെട്ടണം, അവളെ ഡൈവോഴ്സ് ചെയ്യിപ്പിക്ക്, എന്നിട്ട് നീ കെട്ടിക്കോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. റാദർ ദാൻ ഈ വിസ്ഡം ഈ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പകരം ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സസ്സടിച്ചില്ലേ ഈ മതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ട് കിട്ടുള്ളൂ. ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴ ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തരം ഇവിടെ ശിക്ഷിക്കുക കാണിച്ചാ
ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തെണ്ടിത്തരം കാണിക്കുന്നവൻ അപ്പോൾ തന്നെ ശിക്ഷിച്ച് കളയാനുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കിയ ലോജിക്ക് അനുസരിച്ച് ഇവിടെ ഒരാൾ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വൃത്തികൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അവൻ എന്താണ് ശിക്ഷ വേണ്ടത് അത് കൊടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുകയാണ് ദൈവത്തിന് പണിയെങ്കിൽ ദൈവവും ഈ യഥാർത്ഥ ദൈവം അടിമയായി മാറല്ലോ. ദൈവം അദ്ദേഹത്തിന്റെ അടിമയല്ല. അതുകൊണ്ട് ദൈവം എന്താണ് നമുക്ക് ഇവിടെ ഈ വേൾഡിൽ ഇവിടെ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എവിടെയാണ് ശിക്ഷ വേണ്ടത്, ഈ ലോകത്തിന് പോകണം, അല്ല അത് മരണശേഷമാണ് വേണ്ടത് എന്നുള്ളത് ദൈവം തീരുമാനിക്കുക. ഇപ്പോൾ ഹിലാലിൻ്റെ വീട്ടിൽ ഒരു ക്രൈം നടക്കാതിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ വന്നിങ്ങനെ നോക്കിക്കുക. അപ്പോൾ ഹിലാൽ ചോദിക്കും, എന്താണ് നിങ്ങൾ നോക്കിക്കണത് എന്ന് ചോദിക്കുക. അപ്പോൾ പോലീസുകാർ ആദ്യം ചോദിക്കും, ഞാൻ എന്താ നിങ്ങൾ അടിമയാണ്. അപ്പൊ പറയും, അല്ല നിങ്ങൾ അവിടെ എന്താ കൊലപാതകം നടക്കുകയാണ്. അപ്പൊ കൊലപാതകം നടക്കാൻ പോവാണ്. അപ്പൊ ഒന്ന് രക്ഷിക്കൂ പ്ലീസ് എന്ന് പറയുന്ന സമയത്ത് ഇവനെപ്പ ഞാൻ രക്ഷിച്ചു കഴിഞ്ഞാ ഈ ലോകം എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു പരീക്ഷണം. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ അവനെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഫ്രീ വില്ലിന് അത് എഫക്റ്റ് ആവും. അപ്പൊ അവനുള്ള ശിക്ഷ അവിടെ കൊടുത്തോളും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഇടപെടലില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാർ ഇവന് ശിക്ഷ കൊടുക്കുന്നുണ്ട് വിശ്വസിച്ചോണം. അത്രേ ഉള്ളൂ. ഇനി ബാക്കി പ്ലേ ഇത് മനസ്സിൽ വെച്ചിട്ട് ബാക്കി കേൾക്കാം നമുക്ക്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു തെണ്ടിത്തരം കാണിക്കുന്ന ഒരാളെ അപ്പോൾ തന്നെ ദൈവം ശിക്ഷിച്ചൂടെ എന്ന് ചോദ്യത്തിന് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം എന്താണ് എന്ന് ദൈവം നമ്മൾ പറയുന്നത്. ഈ ലോകം ഒരു പരീക്ഷണമാണ്. അവിടെ നിങ്ങൾക്ക് നന്മ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതില്ല. അവിടെ നിങ്ങൾക്ക് നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം. കാരണം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം ഫ്രീ വിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രീ വില്ലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നന്മ മാത്രം ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നെ ഫ്രീ വില്ലല്ലോ. നിങ്ങൾക്ക് നന്മയും ചെയ്യാൻ സാധിക്കുന്നു തിന്മയും ചെയ്യാൻ സാധിക്കുന്നു എന്ന് വരുമ്പോൾ മാത്രമാണ് അല്ലാതെ അങ്ങനെ ഒരു പരീക്ഷണമായി മാറുക. നിങ്ങൾക്ക് നന്മ മാത്രം ചെയ്യാൻ പറ്റും, തിന്മ ചെയ്യുന്നതിന് നിങ്ങൾ കാലത്ത് തൂക്കുമ്പോൾ ദൈവങ്ങൾ പറയും എന്നാണെങ്കിൽ അതെങ്ങനെയാണ് ഒരു പരീക്ഷണമായി മാറുക. നന്മ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഫ്രീ വില്ലല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ദൈവത്തിന് തിന്മ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് ഫ്രീ വില്ലില്ല. ഇനി ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് വിചാരിക്കും. ഫ്രാങ്ക് ഫ്രൂട്ട് കേസ് എന്നാണ് ഇതിന് പറയുക. ഇപ്പോൾ ഫ്രീ വില്ലിൻ്റെ ഡിസ്കഷനിലൊക്കെ ഒരുപാട് കേൾക്കാറുള്ള ഒരു കേസാണ്. ഇപ്പോൾ ഒരാളെ തലയിൽ ഒരു മൈക്രോ ചിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാളെ കൊണ്ട് ബാങ്ക് കൊള്ളടിക്കണം എന്ന് അയാളെ ആവശ്യപ്പെടുകയാണ് നമ്മൾ. അപ്പോൾ അയാൾ കൊള്ളടിച്ച് അയാളെ സ്വന്തം ഫ്രീ വില്ലിന് കൊള്ളടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇനി അയാൾ വേണ്ട കൊള്ളടിക്കണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ കമ്പ്യൂട്ടർ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അവന് ഫോഴ്സ്ഫുള്ളി ആ കൊള്ള അടിക്കണ ആ ഒരു രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഫ്രീ വിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഒബ്വിയസ്ലി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കക്കാതിരിക്കാൻ പറ്റില്ല, വേറൊരു ചോയ്സ് ഇല്ല. പക്ഷെ ഇയാൾ തുടക്കത്തിൽ ആ കട്ടത് അയാളെ ഫ്രീ വില്ലുകൊണ്ട് അയാളെ സ്വന്തം ഇഷ്ടം കൊണ്ടാണ്, ചിപ്പ് കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഫ്രീ വിൽ ഉണ്ട് എന്ന് പറയോ? യെസ്. അപ്പോൾ ഇതേപോലത്തെ ഒരു റിവേഴ്സ് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാം. അപ്പോൾ ദൈവം എല്ലാവരും ഉണ്ടാക്കി, മനുഷ്യന്മാരുണ്ടാക്കി. ഇവിടെ ചീത്ത ചിന്തകളുള്ള മനുഷ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല രീതിയിൽ അവർ നന്മ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ. ഇവർക്ക് ചീത്ത രീതിയിൽ തിന്മ ചെയ്യാൻ പോകുമ്പോൾ ദൈവം വന്ന് തടുക്കും, അല്ലെങ്കിൽ ദൈവം അതേപോലെ കൺട്രോൾ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു വേൾഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബെറ്റർ വേൾഡ് അല്ലേ? ഹിലാൽ അങ്ങനെ ഒരു വേൾഡിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ ഒരാൾ അങ്ങനത്തെ വേൾഡാണ് ഉണ്ടാക്കുക. എന്താ ഇവരെന്താ എന്ത് വ്യൂ ആണ് എടുക്കുന്നത്? ഇപ്പൊ ഹിറ്റ്ലറിന്റെ കേസ് തന്നെ എടുക്കുക. ഹിറ്റ്ലർ ഇത്ര മില്യൺ ആൾക്കാരെ കൊല്ലുന്നുള്ള ദൈവത്തിന് എന്തായാലും അറിയാം. ഓക്കെ, ദൈവം ബൈ റൈറ്റ് എന്ത് ചെയ്യണം? ആ കൊല്ലാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും രീതിയിൽ തടയാൻ നോക്കണം. ഓക്കെ, പോയി തടഞ്ഞില്ല എന്ന് വെച്ചോ. ഒരു 2-3 ആൾക്കാരെ ടോർച്ചർ ചെയ്ത് ഇപ്പോൾ ദൈവത്തിന് അറിയാം പുള്ളിയുടെ ഫ്രീ വില്ല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോണതെന്ന് എന്തായാലും അറിയാം. മുമ്പേ അറിയാം, എന്നാലിപ്പോൾ സ്ഥിരപ്പെട്ടു. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കി എന്ന് വെച്ചോ. പിന്നെന്തിനാ വീണ്ടും അയാളെ ആ ഒരു സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ വിടുന്നത്? എത്ര ആളുകളെയാണ് പുള്ളി ടോർച്ചർ ചെയ്ത് കൊന്നുള്ളത്? ഇത് ഹിലാൽ ഇതിൻ്റെ എക്സ്ക്യൂസ് പറഞ്ഞത് ഇത് ഇവിടെ പരീക്ഷണമാണെന്നാണ്. ഇവിടെ എത്ര വേണേലും കൊല്ല പരീക്ഷണമാണ്. അപ്പോൾ 2 ചോദ്യങ്ങളാണുള്ളത്. എത്ര വേണേലും കൊല്ല, തടുക്കരുത്, നമ്മളും തടുക്കരുത് എന്നാണോ പറയണത്? ഇപ്പോൾ നേരത്തെ പോലീസുകാരെ കേസ് പറഞ്ഞ പോലെ ഹിലാലിൻ്റെ വീട്ടിൽ കൊലപാതകം നടക്കുകയാണ്. പോലീസുകാർ കൊണ്ട് തടുക്കരുത്, ഫ്രീ വില്ലാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ എന്തായാലും പറ്റില്ല. ഇതൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല. ഇനിയിപ്പോൾ ദൈവം പറഞ്ഞു ഇത് പരീക്ഷണമാണ്, നിങ്ങൾ എത്ര വേണേലും കൊന്നോ. അതൊരു നല്ല ദൈവം അല്ലെങ്കിൽ നല്ലൊരു ഓൾ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുന്നൊരു കാര്യമാണോ അത്? ഇങ്ങനെ ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള എൻറ്റിറ്റി ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ഇവിടെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇത് പരീക്ഷണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ആവില്ല. അതും ദൈവത്തിനെതിരുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ്. ദൈവത്തിന് സീരിയസ് ആയി ഡൗട്ട് ചെയ്യാനുള്ളൊരു പോയിന്റാണ്. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഭൂമിയിൽ നടപ്പിലാക്കില്ല, ഭൂമിയിൽ തന്നെ ഈ പണിഷ്മെൻറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന് നമ്മളൊക്കെ നല്ല രീതിയിൽ നടത്തണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഭൂമിയിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ പണിഷ് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എത്ര ആൾക്കാർ നന്നാവും. കാരണം ഇവരൊരു പോയിന്റ് തന്നെ നല്ല പണിഷ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് നന്നാവും എന്നുള്ളതാണ് പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നല്ല പണിഷ്മെൻറ്റ് ഇവിടെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നരകത്തിൻ്റെ ഒക്കെ ഒരു വിഷ്വൽ സിമുലേഷൻ അല്ലെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കൂടുതൽ ആൾക്കാർ നന്നായിരുന്നു. ഇനി അല്ല ഇപ്പം ഇങ്ങനെ പറയാം, ദൈവത്തിന് അങ്ങനെ എല്ലാവരും നന്നാക്കണമെന്നൊന്നുമില്ല. ദൈവം അവർ ഫ്രീ ആയി ചെയ്തോട്ടെ.
ഞങ്ങൾ ദൈവം അറിയിച്ചു കൊടുക്കില്ല. ഫ്രീ ആയി ചെയ്തോട്ടെ എന്നുണ്ടെങ്കിൽ ഖുർആൻ ഇറക്കാൻ പാടില്ല, ഈ നരകത്തിനെ പറ്റി പറയാനും പാടില്ല. അവർ ഫ്രീ ആയി ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം. അപ്പോൾ ഇവർ ഒന്നെങ്കിൽ ഒരു ഡൈലമയാണ്, ഏതെങ്കിലും ഒന്ന് എടുക്കണം. ഇവര് മിഡിൽ ഗ്രൗണ്ടാണ് പിടിച്ചുള്ളത്. കുറച്ച് കൊടുക്കും, എന്താ ഫുള്ള് കൊടുത്താൽ അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ ഇഞ്ചിൻ ചായി മരിച്ചു പോകുന്നു. ദൈവം ആരക്ഷിച്ചത് ഇവൻ എന്ത് ചെയ്താ? ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ പരമകാരുണ്യം വിളിക്കുന്നത്? ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ ഈ ലോകത്ത് നടക്കും, ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ദൈവമാണ് പരമാവധി. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ദൈവം ഇനി അദ്ദേഹം പറഞ്ഞൊക്കെ നമ്മൾ അംഗീകരിച്ചു, ദൈവം വളരെ ക്രൂരനായ ഒരാളാണ്, ദൈവം വളരെ ക്രൂരനാണ് എന്ന് വെക്കും. എന്നാൽ ദൈവം ഇല്ല എന്നുള്ളതിന് അത് തെളിവല്ല. അങ്ങനെ ക്രൂരനായ ദൈവം ഉണ്ടാവില്ല. ബേസിക്കലി സൈക്കോ ദൈവം എന്ന് പറഞ്ഞിട്ട് നീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അഡ്രസ്സ് ചെയ്തുള്ള എല്ലാ ആർഗ്യുമെന്റ് തന്നെയാണ് പുള്ളി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ബേസിക്കലി പുതിയതൊന്നുമില്ല. ഇത് യു എ ഫാൻസ് ഉണ്ടെങ്കിൽ ഇവനിതൊന്ന് അയച്ചു കൊടുക്കുക, എന്നിട്ട് ഇതിനുള്ള കൗണ്ടർ എന്താണെന്ന് ചോദിക്കുക, എന്നിട്ട് അത് നമ്മുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഈ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പറയും, നമ്മൾ ദൈവം പറയും അത് ടെസ്റ്റാണ്, ഇവിടെ പരീക്ഷണമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പരീക്ഷണം നന്മ നിറഞ്ഞൊരു ദൈവം നടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവരില്ല. അടുത്തതിൽ പിന്നെയും പറയും ഇതൊരു പരീക്ഷണമാണ് എന്നുള്ളത്. ഇത് ഇങ്ങനെയല്ല മോനെ ഒരു ഡിസ്കോഴ്സ് കൊണ്ട് നടക്കേണ്ടത്. അല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പം എന്താ ഇവൻ പറഞ്ഞു പോയിന്റ്, ഓക്കെ ക്രൂരനായിട്ടുള്ള ദൈവം ക്രൂരനാണെന്നല്ലേ നിങ്ങൾ സ്ഥാപിച്ചുള്ളൂ. ക്രൂരനായിട്ടുള്ള ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വസിച്ചത് ഒന്നാമത്തെ കാര്യം, ക്രൂരനായിട്ടുള്ള ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഈ കാണുന്ന മനുഷ്യന്മാരൊക്കെ ഒരു ക്രൂരനായിട്ടുള്ള എൻറ്റിറ്റിയിലാണോ വിശ്വസിക്കുന്നത്? അവിടെ തന്നെ നിങ്ങളെ വിശ്വാസം കൊളാപ്സായി. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങനെ ക്രൂരനായിട്ടുള്ളൊരു ദൈവത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഖുറാനടക്കം നിങ്ങൾ എല്ലാ തരത്തിലുള്ള സ്ക്രിപ്റ്റേഴ്സും കൊളാപ്സ് ആവും. കാരണം ആ പറഞ്ഞൊക്കെ സത്യമാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണത്? ക്രൂരനായിട്ടുള്ള ദൈവമല്ലേ, എന്ത് കള്ളം പറഞ്ഞൂടെ, നിങ്ങളെ പറ്റിച്ചൂടെ? അപ്പോൾ അതൊക്കെ എങ്ങനെ സത്യമാണെന്ന് വിശ്വസിക്കണത്? പിന്നെ തുടക്കത്തിൽ തന്നെ പുള്ളി പറഞ്ഞത് മതം എന്നുള്ളത് നമുക്ക് വാല്യൂസ് തരാനാണ്, നമ്മളെ നല്ല പാതയിൽ നടത്താനാണ്. ഒരു ക്രൂരമായ ദൈവമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ അടവ് വീട്, ക്രൂരം പരിപാടിയൊന്നും വേണ്ട. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ്, മനുഷ്യനെ പറ്റി കെയർ ചെയ്യുന്ന ദൈവമാണ്, മനുഷ്യനോട് സ്നേഹമുള്ള ദൈവമാണ്. മനുഷ്യനോട് മാത്രമല്ല, എല്ലാ സെൻറ്റിയൻ്റ് ആയിട്ടുള്ള, അതായത് ബാക്കി ജീവികളോടൊക്കെ സ്നേഹമുള്ളൊരു ദൈവമാണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഓടണ അടവാണ് ഈ ഓക്കെ മതി നിർത്തിക്കോ അപ്പോൾ ആ ഒരു പരിപാടി. അപ്പോൾ അത് വിട്. ദൈവം പരമകാരുണ്യനാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാമങ്ങളും വിശേഷങ്ങളുണ്ട്. അത് ഒന്നാണ് പരമകാരുണ്യം, റഹ്മാൻ, റഹീം. ഇതേപോലെ പലതരത്തിലുള്ള പല നാമങ്ങൾ അള്ളാഹുവിനുണ്ട്, ദൈവത്തിനുണ്ട്. ആ നാമങ്ങളിൽപ്പെട്ടാണ് പരീക്ഷിക്കുന്നവൻ, അതുപോലെ തന്നെ പിന്നെ എല്ലാം അറിയുന്നവൻ. നമ്മൾ അതിന് മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ ഉദാഹരണം എടുക്കാം. നമ്മൾ ട്രെയിൻ നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്താം. അവിടെ എത്തണമെങ്കിൽ നമ്മൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം. ഒരു ട്രെയിൻ കയറി പോകണം. നമ്മൾ പിന്നെ വളരെ വേഗത്തിൽ കുറിച്ച് പിന്നെ ഡ്രസ് മാറ്റി ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പക്ഷേ ട്രെയിൻ കടന്നു പോയി. അപ്പോൾ അവിടെ അത് നമുക്ക് പരീക്ഷണമാണ്, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ട്രെയിൻ നമ്മൾ കയറിയ ട്രെയിൻ പാളത്തിൽ വീഴുന്നതിൽ നിന്ന് ദൈവം നമ്മൾ രക്ഷിച്ചതായിരിക്കാം. ഇനി അതല്ല, ഇപ്പം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കുട്ടി, ഒരു വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കുട്ടി, അതൊരു ഹോസ്പിറ്റലിൽ എത്തണം. ഹോസ്പിറ്റലിൽ അതൊരു അസുഖമുണ്ട്, കുട്ടിക്ക് അസുഖമുണ്ട്. അപ്പോൾ അസുഖം ഭേദമാണെങ്കിൽ ഇഞ്ചക്ഷൻ വെക്കണം. ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കാൻ വരുമ്പോൾ കുട്ടി സ്വാഭാവികമായിട്ട് തടയും. പക്ഷേ കുട്ടിയുടെ മാതാപിതാക്കളടക്കം കുട്ടിയെ പിടിച്ച് നിർത്തി ആ ഇഞ്ചക്ഷൻ വെപ്പിക്കും. കാരണം മാതാപിതാക്കൾക്ക് കുട്ടിയേക്കാൾ കൂടുതൽ അറിയാം ഈ ഇഞ്ചക്ഷൻ വെച്ചാൽ കുട്ടിയുടെ രോഗം ഭേദമാകും, അത് കുട്ടിക്കറിയില്ല. 2 അനാലജിയാണ് പുള്ളി വെച്ചത്. ഒന്ന്, നമ്മൾക്ക് പരീക്ഷ ഒരു എൻട്രൻസ് എക്സാം അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി അറ്റൻഡ് ചെയ്യാൻ പോകണം. പക്ഷെ നമുക്ക് എങ്ങനെയോ ട്രെയിൻ മിസ്സായി. പിന്നീടാണ് ആ ട്രെയിൻ പാളം തെറ്റി മറിയണത്. അപ്പോൾ നമ്മൾ ആ ട്രെയിനിൽ കയറിയാൽ നമ്മൾ മരിച്ചിരുന്നു. അപ്പോൾ ആ ഈവൻറ്റ് മിസ്സായത് എന്താണ്, നമ്മളെ ഫേവറിൽ വന്നു. അതാ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കെന്തോ വലുത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പാളിപ്പോണത് എന്നുള്ളത്. രണ്ടാമത്തെ പുള്ളി പറഞ്ഞ അനാലജി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണ കേസ്, ഇതും നിന്റെ സൈക്കോ ദൈവം എന്ന് പറഞ്ഞ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്ത അതേ അനാലജി തന്നെയാണ്. കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, കുട്ടിയുടെ അസുഖം ശരിയാവുന്നു. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ ക്രൂരന്മാരെന്നെ വേദനിപ്പിക്കുന്നത്? അസുഖം പറഞ്ഞാൽ ആ വലിയൊരു പിക്ചർ കുട്ടിക്ക് അറിയില്ലല്ലോ. ആ സെയിം അനാലജി, സെയിം റിപ്ലൈ തന്നെ നമുക്ക് കൊടുക്കാം. ആ സൈക്കോ ദൈവത്തിൽ പറഞ്ഞ സെയിം റിപ്ലൈ തന്നെ എപ്പോഴും കൊടുക്കേണ്ടി വരും. കാരണം ഇവരെ അനാലജി അപ്ഡേറ്റ് ചെയ്യുന്നില്ല, ആർഗ്യുമെൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സിന് എത്ര തന്നെ ഒബ്ജെക്ഷൻസ് വെച്ചാലും റെഫ്യൂട്ട് ചെയ്താലും ഒന്നും ഇവരെന്ത് ചെയ്യണില്ല, ഫർദർ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവണില്ല, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, പിന്നെ ഇവർ പറഞ്ഞത് അള്ളാഹുവിന് പല നാമങ്ങളുണ്ട്. അപ്പം നന്മ നിറഞ്ഞവൻ, പരമകാരുണ്യവാൻ എന്നുള്ള നാമമുണ്ട്, അതേപോലെ തന്നെ പരീക്ഷിക്കുന്നവൻ എന്നുള്ള നാമമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരുണ്യവാനുമാണ്, അതേപോലെ തന്നെ ക്രൂരത കാട്ടി പരീക്ഷിക്കുന്നവനുമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാരുണ്യവാനുമാണ് ക്രൂരത കാട്ടി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരുണ്യവാനുമാണ്, ക്രൂരത കാട്ടി പരീക്ഷിക്കുന്നവനും ആണെന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ പരീക്ഷിച്ചോണ്ടിരിക്കും. ഇസ്ലാം ഇൻകോഹറൻ്റ് ആണ്.
ഇസ്ലാം ഇൻകോഹറൻ്റ് ആണ്. കാരണം നന്മ നിറഞ്ഞ ഒരാളാണെങ്കിൽ ക്രൂരത കാട്ടി പരീക്ഷിക്കില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഞാനൊരു നന്മ നിറഞ്ഞ പാരൻ്റാണ്. എൻ്റെ മക്കളെ രണ്ടാളെ ഞാൻ അടിച്ച് പിരിഞ്ഞ് കൊന്ന് കൊല വിളിക്കാൻ വേണ്ടി വിടുക. ടോർച്ചർ ചേമ്പറിൽ അതെ അതെ, ഒരുത്തൻ മറ്റവനെ കൊല്ലും, എന്നാലും ഞാൻ വിടുകയാണ്. അങ്ങനെ ഈ രീതിയിൽ പരീക്ഷ, അത് ഇവിടുത്തെ പരീക്ഷ ഭയങ്കര കോമഡിയാണ്. മക്കളെ റേപ്പ് ചെയ്യാനൊക്കെയാണ് ഓരോരുത്തർ പരീക്ഷിക്കാൻ വിടുന്നത്. അപ്പോൾ അതേപോലെ ദൈവം കുട്ടികളെ റേപ്പ് ചെയ്യാൻ വേണ്ടി റേപ്പിസ്റ്റിനെ വിടുന്നു, പരീക്ഷിക്കുകയാണ്, കുട്ടീനെ അമ്മേനെയൊക്കെ പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട തേമ്പിയ പരീക്ഷകൾ ഉദ്ദേശിച്ച വാക്ക് മനസ്സിലായില്ല. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷകൾ പരീക്ഷിക്കാനാണെങ്കിൽ ഈ ഫസ്റ്റത്തെ നാമം എടുത്ത് കളയണതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. അല്ല, അവരുദ്ദേശിച്ച ഫസ്റ്റത്തെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തല വെട്ടൽ കാരുണ്യാണ്. ആ കാരുണ്യാണ് പുള്ളി ഉദ്ദേശിച്ചത്. ആ കാരുണ്യാണെന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു മൂവാണ്, ദൈവത്തിൻ്റെ കാരുണ്യം. ഞാൻ ഇപ്പോൾ കുറച്ച് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളോട് സംസാരിച്ചായിരുന്നു വാട്സപ്പിൽ. അവർ പറഞ്ഞത് ദൈവത്തിൻ്റെ കാരുണ്യം മോനെ, നിൻ്റെ മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, ഉപദ്രവിക്കാണ്ടിരിക്കുക, അതൊക്കെ ആയിരിക്കും കാരുണ്യം. പക്ഷേ ദൈവത്തിൻ്റെ കാരുണ്യം വേറെ കാരുണ്യാണ്, വെട്ടൽ കാരുണ്യാണ് പറഞ്ഞ പോലെ. ദൈവത്തിൻ്റെ കാരുണ്യം അങ്ങനെ ഒന്നല്ല. ദൈവം ചിലപ്പോൾ പീഡിപ്പിക്കും, അത് കാരുണ്യാണ്. നീ ആരെ ജഡ്ജ് ചെയ്യാൻ? ഇതാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലും വിടുക. ഒന്നാമത് നിങ്ങളുടെ മോറൽ ഇൻഡ്യൂഷൻ, നമുക്ക് തെറ്റി ശരി മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ദൈവം തന്നു എന്ന് പറയില്ല, അതുകൊണ്ട് വിടുക. ആദ്യം അത് ഒഴിവാക്കുക, ഫിത്തറ കണ്ടെടുത്ത് ചവിറ്റോട്ടെ കളയുക. പിന്നെ രണ്ടാമത്തത് മനുഷ്യന് ലൈഫ് നന്മ നിറഞ്ഞതാണ്, മനുഷ്യജീവൻ എന്നുള്ളത് നന്മ നിറഞ്ഞാണ്, അതുകൊണ്ട് ദൈവം മനുഷ്യജീവൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ, അതും വിടുക. കാരണം മനുഷ്യജീവൻ നന്മ നമുക്കറിയില്ലല്ലോ, ദൈവത്തിന് നന്മയല്ലേ, വേറെ നന്മ നമുക്ക് ഈ നന്മ വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ തിയറീനെ ബാഡാക്കുകയോ ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അത്യാവശ്യം അറിവുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള വ്യൂ ഒന്നും എടുക്കരുത്. അപ്പോൾ ഈ രീതിയിൽ ഹംസ സോഴ്സ് പറയുന്നത് പോലെ ഗോഡ് ഹാസ് ദ ഹോൾ പിക്ചർ, വി മിയർലി ഹാവ് ദ പിക്സൽ. നമുക്ക് ആ ഒരു ചെറിയ ഇൻഫർമേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പൂർണ്ണമായ നോളജ് എന്നുള്ളത് ദൈവത്തിൻ്റെയാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ആ പരീക്ഷണങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ലോകത്തെ അവനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ അൺമാസ്കിംഗ് എത്തിയസിൽ ഏകദേശം ഒരു മാസം മുമ്പ് മുഹമ്മദ് അജ്മൽ അതുപോലെ തന്നെ അബ്ദുള്ള ബാസിലൊക്കെ ഫൈൻ ട്യൂണിങ്ങിനെ പറ്റി ചർച്ച ചെയ്തിരുന്നു. ആരിഫ് ഹുസൈനും അതുപോലെ തന്നെ പൗലോസുമായിട്ടൊക്കെ കുറച്ച് ഡിസ്കഷൻ പോയിരുന്നു. ഫൈൻ ട്യൂണിങ് ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാധ്യത കൂട്ടാനുള്ള, ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ സാധ്യത കൂട്ടാനുള്ള ഒരു ആർഗ്യുമെൻ്റാണ്, ദൈവത്തിനുള്ള വേണ്ടിയിട്ടുള്ളൊരു തെളിവാണ്. അതായത് ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ പ്രപഞ്ചം ദൈവം ഫൈൻ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്തായിരിക്കാനാണ് സാധ്യത കൂടുതൽ. കാരണം നാച്ചുറലി ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണെന്നുള്ളൊരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻറ്റ് ഇനി ഹിലാലിൻ്റെ ലോജിക്കിൽ വരികയാണെങ്കിൽ നമ്മളെങ്ങനെ ചിന്തിക്കണം എന്നറിയോ? ഓക്കെ, ദൈവം ഇവിടെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, പക്ഷേ നമുക്ക് പിക്സലുകൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, പിക്ചർ വലുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആർഗ്യുമെൻറ്റ് വർക്കാവില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും എവിഡൻസ് ചെക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിഡൻസ് നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളതിനെ ബാക്ക്ഗ്രൗണ്ട് നോളേജ് എന്ന് പറയും. ഈ ബാക്ക്ഗ്രൗണ്ട് നോളേജ് വെച്ചിട്ടാണ് തെളിവുകളെ പരിശോധിക്കേണ്ടത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ്, അല്ലാണ്ട് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ അറിയുമെന്ന് വെച്ചിട്ട് പരിശോധിക്കണം. ഇതും ഞാൻ മുമ്പേ പല വീഡിയോയിലായിട്ട് പറഞ്ഞതാണ്. കോടതിയിൽ പോയിട്ട് ശിക്ഷിക്കാൻ നിൽക്കുമ്പോൾ തെളിവ് നാളെ വരും, ഒരു പിക്സൽ മാത്രമേ പിക്ചർ വരാൻ കിടക്കുന്നുണ്ട്, നാളെ ഞാൻ തെളിവ് തരാം എന്ന് പറഞ്ഞിട്ട് ആളെ വെറുതെ വിടാൻ നമ്മൾ പറയില്ല. അപ്പോൾ ആളെ ശിക്ഷിക്കാനും പറയില്ല. അപ്പോൾ അതേപോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, ഇവിടെ ആരും ശിക്ഷിക്കുന്നുമില്ല തെറ്റ് ചെയ്യുന്നവരെ. ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ബാഡ് പീപ്പിൾ ആൻഡ് ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ ആൻഡ് ടു അനിമൽസ്. ഒരു ഇതുമില്ലാതെ അനിമൽസിന് സംഭവിക്കുന്നു. അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള വഴികളിലാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ദൈവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നാളെ എവിഡൻസ് കിട്ടും, മറ്റന്നാൾ വേറെ ന്യായം കിട്ടും എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് ഇതിന് സൊല്യൂഷൻ ആവില്ല. ഒരു നിരീശ്വരവാദിയുടെ അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഒരു കൊലയാളി ഒന്ന് പറയാം, അല്ലെങ്കിൽ റേപ്പ് ചെയ്യാം. എന്നിട്ട് അവൻ സുപ്രീം കോടതി വരെ ഈ കൊലയാളിക്കെതിരെ കേസ് വാദിച്ചു. പക്ഷേ സുപ്രീം കോടതി വരെ ഇദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല, അയാളാണ് ഇതൊക്കെ ചെയ്തത്. പിക്സൽ മാത്രമല്ല ഉണ്ടാവും തെളിയിക്കാൻ പറ്റില്ല. ആ ചെയ്ത ഇയാളുടെ മുന്നിലൂടെ കഴിഞ്ഞ് നടക്കണം. ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ എന്താണ്? ഒന്നുകിൽ അയാൾ ഒരു തീവ്രവാദിയായി മാറി ആ സ്വന്തം മുന്നിലൂടെ ഇതൊക്കെ ചെയ്തിട്ടും നടന്നു പോകുന്ന അയാൾ കുത്തിക്കൊല്ലുക എന്നുള്ളതാണ് ഒരു നിരീശ്വരവാദിക്ക്. ഒന്നുകിൽ അവിടെ തീവ്രവാദിയായി മാറാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾ ചെയ്യും അതിന് അയാൾക്ക് കെൽപ്പില്ലെങ്കിൽ അയാൾ ഡിപ്രഷനായി മാറും. ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിക്കും, ഇതൊക്കെ ചെയ്തു ഈ ലോകത്ത് ഈ രാജ്യത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങേയറ്റം സുപ്രീം കോടതി വരെ ഇയാൾക്ക് ഞാൻ പോയി, എന്നിട്ട് എനിക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ കോടതിയിൽ അയാൾ ശിക്ഷിക്കപ്പെടും. ഇതൊരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഹോപ്പാണ് ഉള്ളത്. നിരീശ്വരവാദിക്ക് അവിടെ ഡിപ്രഷൻ. പുള്ളി 2 ഓപ്ഷനാണ് പറഞ്ഞത്. നിരീശ്വരവാദിക്ക് ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഒരു തീവ്രവാദിയാവുക, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിക്കാതെ. ഇതിനെ ടാക്കിൾ ചെയ്യാൻ, എന്തെങ്കിലും മോശാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ടാക്കിൾ ചെയ്യാൻ. നമുക്കിപ്പോൾ എന്നാൽ വിശ്വാസികളെ പറ്റിയിട്ട് ഇതുപോലെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും പറയാം.
ഇപ്പോൾ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും തൗബ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്നറിയാം. അപ്പോൾ അവനൊരു തീവ്രവാദിയാവാൻ സാധ്യത ഉണ്ട്. മനസ്സിലായ? നമുക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയാം. ഹിലാൽ പറയുന്ന വിശ്വാസികൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ അതും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡാറ്റ നോക്കിയാൽ വിശ്വാസികൾക്കും ഡിപ്രഷൻ വരുന്നുണ്ട്, വിശ്വാസികളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, വിശ്വാസികളും പല രീതിയിൽ ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയാണ്, നമുക്ക് പറയാൻ പറ്റില്ല ഏതൊരു രീതിയിലാണ് പോകാന്ന്. അപ്പോൾ ഒരാൾ ഐഡിയോളജി വെച്ചിട്ട് എക്സ്ട്രാപ്ലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുള്ളൂ, ഈ 2 ഓപ്ഷനേ ഉള്ളൂ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ഇത് ദൈവത്തിനെതിരുള്ളൊരു സ്ട്രോങ് എവിഡൻസ് സത്യത്തിൽ ഹൊറിഫിക് സഫറിങ് എന്ന് പറയും. അതായത് ഒരു തരത്തിലുള്ള സഫറിങ് അനുഭവിച്ചു. ഇപ്പോൾ റേപ്പ് കേസുകൾ എക്സ്പെഷ്യലി, ഈ ആൾ വിശ്വാസിയാണ്, ഒരു മുസ്ലിമാണ് ഇരുന്നോട്ടെ, ഒരു മുസ്ലിം പെൺകുട്ടി റേപ്പ് ചെയ്തു, അത്രയും ട്രോമ അനുഭവിച്ച് ജീവിതം മരിക്കണവരെ അവർക്ക് അതിന് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കേസുണ്ട്. നമ്മൾ മറ്റേ ജ്യൂസിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഹോളോകോസ്റ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അവിടെ നമ്മൾ കേസ് പറഞ്ഞിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു, ഈ ട്രോമയെ കണ്ട് ദൈവത്തിലുള്ള വിശ്വാസം പോയി, അവർ മറ്റൊരു രീതിയിലേക്ക് ട്രോമ അടിച്ച് ഡിപ്രഷനായി പോകുന്നവർ. ഇത് ഏത്തിസ്റ്റ് ആയിട്ട് ഡിപ്രഷൻ ആവണതല്ല, ഓൾറെഡി വിശ്വാസി ആയിരുന്ന ഒരാൾ ഈ ഒരു ദൈവം കംഫേർട്ട് ചെയ്യാൻ വന്നില്ല എന്നുള്ളൊരു ഫാക്ട് കൊണ്ട് അവർ വിശ്വാസം നഷ്ടപ്പെടുക. അപ്പൊ ഇത് മാത്രല്ല, ഇപ്പൊ ഹിലാൽ പറഞ്ഞ കേസ് തന്നെ എടുക്കും, നിരീശ്വരവാദികൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ സ്യൂസൈഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ. കംഫേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് വന്നില്ല? അയാൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ഇരുട്ടിൽ മാത്രമേ വിശ്വാസം, ഇരുട്ട് പറഞ്ഞാൽ മനസ്സിൻ്റെ ഇരുട്ടുണ്ട്, കാലഘട്ടത്തിൽ ഇരുട്ടുണ്ട്, ഇരുണ്ട കാലഘട്ടമുണ്ട് ലോകത്തിൽ. ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യർ അത്രയും മൊത്തത്തിൽ ഉള്ളൂ. അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരം അവർക്കുള്ളൂ. ആ വിവരമുള്ള 1000 വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റ് വിടിമിലൊക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിക്കുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന പറയുന്ന വലിയ പൊട്ടം വേണ്ടാവുള്ളൂ. അന്ന് പറഞ്ഞത് തന്നെ ഇന്നും അനുഷ്ഠിക്കണമെന്നും ഞാൻ ചോദിക്കട്ടെ, സയൻസിൽ എല്ലാ കാര്യത്തിലും തെളിവുകൾ വെച്ചിട്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പുച്ഛമാണ്. അതായത് ഈ കാലഘട്ടമാണ് ഏറ്റവും മോറലി അല്ലെങ്കിൽ നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ, മൊറാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. ഇത് മുന്നേ കടന്നു പോയ ആയിരക്കണക്കിന് വർഷത്തെ ആളുകളൊക്കെ അവരൊക്കെ വെറും പൊട്ടന്മാരും മണ്ടന്മാരും അല്ലെ, കുറേ പൊട്ടത്തരം വിശ്വസിച്ച ആളുകളും, അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അത് പുള്ളി പറഞ്ഞത് ബേസിക്കലി ശരിയല്ലേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടം തന്നെയാണ് സയൻസ് കൊണ്ടായാലും അറിവ് കൊണ്ടായാലും ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ പറയണത് ഹിലാലിനൊക്കെ പിടിച്ച് ടൈം ട്രാവൽ ചെയ്ത് പണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് കൊണ്ടിടാം. ഇപ്പോൾ അറേബ്യയിലൊക്കെ ആയിരുന്നെങ്കിൽ മുറ്റത്തെ ആൾക്കാരുണ്ടാവും, എല്ലാവരെയും കൊന്ന് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക, ഭാര്യനെ മാതാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ആളുകൾ റെഡി ആയിരിക്കുക പുറത്ത്. ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെ പല താഴ്ന്ന ജാതിയിലൊക്കെയാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ അതിലും ദുരന്തമായിട്ടുള്ള അവസ്ഥയാവും. ഇപ്പം റേസിസം കുറഞ്ഞു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു. ഇപ്പോൾ അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി, എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. പണ്ട് ഇപ്പോൾ ഡിപ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ ചാത്തൻ കയറിയതോ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവമാണത് അല്ല, ആക്ച്വലി മെൻ്റൽ ഡിപ്രഷൻ അനുഭവിക്കാൻ സമയമല്ല, കുന്തം പിടിച്ച് നിൽക്കല്ലേ, ആര് വരുന്നു, ഏത് മൃഗത്തിനെ കുത്തണം, ആരാക്രമിക്കാൻ വരുന്നു എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ഡിപ്രഷനൊക്കെ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കാൻ തുടങ്ങി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ട് ഇത് മോശം കാലഘട്ടമാണ്, അത് എക്സ്ക്ലൂസീവ് ഇവർ പറയുന്നില്ല കേട്ടോ, ഇന്നത്തെ കാലഘട്ടമാണ് മോശം എന്നുള്ളത്. നോക്കട്ടെ എക്സ്ക്ലൂസീവ് പറയുന്നുണ്ടോ എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു രീതി, ഒരു പുച്ഛം പറഞ്ഞ രീതിയിൽ പഴയ കാലം പറഞ്ഞാൽ അതൊക്കെ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കണം. പണ്ടത്തെ കാലം പറഞ്ഞാൽ കുറച്ച് മൊറാലിറ്റി മനുഷ്യരായിരുന്നു, അവിടെ നമ്മുടെ കാലഘട്ടത്തിൽ അത് അക്സെപ്റ്റ് എന്നുള്ള തരത്തിലുള്ള ഈ ഒരു സമയത്ത് അവർ സ്ഥിരം യൂസ് ചെയ്യാറുള്ള ഒരു റെഫ്യൂട്ടേഷൻ എന്നുള്ള രീതിയിലാണ് അപ്പീൽ ടു നോവൽറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാലസിയാണ്. പുതിയത് മോഡേൺ ആയിട്ടുള്ള ഒരു സാധനം പണ്ടത്തേനേക്കാൾ സുപ്പീരിയർ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഫാലസി ബേസിക്കലി പുതിയതായതുകൊണ്ട് 100% എപ്പോഴും ശരിയാവും എന്നുള്ള രീതിയിലല്ല നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്. പുതിയതായി കഴിഞ്ഞാൽ ശരിയാവാൻ സാധ്യത കൂടുതലാണ്, കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ആലോചിച്ച് നോക്ക്, മനുഷ്യന് പണ്ടുണ്ടായിരുന്ന അറിവല്ല ഇപ്പം ഉള്ളത്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഏതൊരു കാര്യം പുതിയത് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല ആംഗിളിൽ നിന്ന് ചിന്തിക്കും. പണ്ടില്ലാത്ത പല റിസോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ റിസോഴ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ പല ആസ്പെക്റ്റിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും പണ്ടത്തതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കും ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുതിയതാണ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് എന്നുള്ളത് നല്ലൊരു ഇൻഡിക്കേറ്ററാണ്. അത് ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് റിഗ്രസ് ആയിട്ടുള്ള ക്രിട്ടീക്കും ഇതൊക്കെ ബൈപ്പാസ് ചെയ്ത് വന്നതാണ്. നമ്മളെ പുതിയ അറിവൊക്കെ വെച്ച് ചെക്ക് ചെയ്തിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്തതാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫാലസിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇവർ പറയും ഡെമോക്രസി മറ്റേത് മറിച്ചത് അതൊക്കെ പണ്ട് വന്നതല്ലേ. പണ്ട് വന്ന അതേ ഫോമിലാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? ഇപ്പോൾ ഒരുപാട് നമ്മൾ അറിവിനനുസരിച്ചിട്ട് പണ്ടത്തെ സാധനം അപ്ഡേറ്റ് ചെയ്ത് ഒരു പുതിയ ഫോമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പണ്ടത്തെ കാലം എന്നുള്ളത് ഇരുണ്ട കാലമാണ് എന്ന് അദ്ദേഹം പറയും. ഈ നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന് സംസാരിക്കേണ്ടത് പറഞ്ഞു നോക്കുമ്പോൾ ഫോബ്സിൻ്റെ 2024 അവരുടെ പ്രസിദ്ധീകരണത്തിൽ വന്ന ഡിപ്രഷനെ കുറിച്ചുള്ള ഒരു കണക്കാണ്. അതായത് ലോകത്തെ പോപ്പുലേഷൻ 5% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ഉള്ളത് ഡിപ്രഷനിലാണ് ഫോബ്സിൻ്റെ ഏറ്റവും പുതിയ 2024 കണ്ടെത്തി. അപ്പോൾ ഇതിനെതിരായിട്ട് ഹിലാൽ വെച്ച ആകെ ഒരു ഡാറ്റ എന്നുള്ളത് ഡിപ്രഷനാണ്.
ഇപ്പം ഡിപ്രഷൻ വളരെ കൂടിയിരിക്കുകയാണ്. പണ്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. അതിന് റീസൺ ഓൾറെഡി നമ്മൾ എന്താ പറഞ്ഞു. ഒന്ന് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല, അതായത് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല. പിന്നെ എന്താ ഡിപ്രഷൻ അടിക്കാനുള്ള ടൈമും വളരെ കുറവാണ്. കാരണം അതിലെ എത്രയും മടങ്ങ് വലിയ ത്രെട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെ, പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല, ഡിപ്രഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പം നമ്മൾ പറയും പണ്ടത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള ഇരുണ്ട കാലഘട്ടമാണ്. ഇന്നത്തെ കാലം പറഞ്ഞാൽ വളരെ നല്ല കാലഘട്ടമാണ്, വെളിച്ചം വന്നിട്ടുള്ള കാലഘട്ടമാണ്. ഈ വെളിച്ചത്തെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ മനുഷ്യർ ഡിപ്രഷനാണ്. എന്തുകൊണ്ടാണ്? ആധുനികത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം. ആധുനികത എന്നുള്ളത് അത് നമ്മുടെ നാഗരികതയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്തുള്ള കെട്ടിടങ്ങളല്ല ഇന്ന് നമ്മൾ കാണുന്നത്. ഉയർന്ന കെട്ടിടങ്ങൾ വന്നു, വലിയ സാങ്കേതിക വിദ്യകൾ വന്നു. പക്ഷേ അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു നാട് ആധുനികവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഡെഫിനിഷൻ. അതെ, ടെക്നോളജി വളർന്നു, അതേപോലെ കെട്ടിടങ്ങൾ, അതേപോലെ ഏതൊരു രീതിയിലുള്ള ആസ്പെക്റ്റുകൾ, ഹെൽത്ത് കെയർ, അതേപോലെ ആളുകളെ ലൈഫ് എക്സ്പെക്റ്റൻസി, പ്രോപ്പർ ഹെൽത്ത് കെയർ, മെഡിസിൻസ്, ഇതൊക്കെ വളർന്നു. അത് ശരിയാണ്, വളർന്നു. പക്ഷെ അതല്ല നമ്മൾ നോക്കേണ്ട പാരാമീറ്റർ. ഡിപ്രഷൻ കൂടിക്കഴിഞ്ഞു പോയി. പണ്ടത്തെ കാലം ബെറ്റർ. എന്നുള്ളത് അല്ലെങ്കിൽ വാല്യൂസ് എന്നുള്ളത് മനുഷ്യന്മാർക്ക് എത്രത്തോളം ഉണ്ട്. അത് നോക്കുമ്പോഴാണ് ഡിപ്രഷൻ എന്നുള്ളതിലേക്ക് നമ്മൾ ഒരൊറ്റ കണക്ക് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ഈ ഒരു കാലഘട്ടം ഇരുണ്ട കാലഘട്ടമാണ് നമുക്ക് പറയേണ്ടി വന്നേക്കാം. ഈ ദൈവത്തെ വിശ്വസിക്കുന്ന പറഞ്ഞു ഓക്കെ ഞാൻ ഇത് പറയുന്നില്ല. ഞാൻ ഈ വീഡിയോ മുമ്പ് പ്രാവശ്യം കേട്ടു. അപ്പം ഞാൻ ഇത് പറഞ്ഞു കാരണം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാലഘട്ടമാണ് ബെറ്റർ എന്ന് പറഞ്ഞില്ല. ഇപ്പൊ പറഞ്ഞു ഇപ്പത്തേണ് ഇരുണ്ടത്. പണ്ടൊക്കെ പോലെ പണ്ടത്തെ ലൈഫാണ് ലൈഫ് അറിയില്ലേ. എന്താ പട്ടിണി ഉണ്ടെങ്കിൽ എന്താ, ജനസൈഡ് ഉണ്ടെങ്കിൽ എന്താ, അതേപോലെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, പീഡനം ഉണ്ടെങ്കിൽ എന്താ, ഡിപ്രഷൻ അല്ല. അതെ, ഇപ്പൊ എന്താ മുഹമ്മദ് നബിയുടെ മക്കൾ തന്നെ എന്താ ആൾക്കാർ മരിച്ചു പോയിട്ടില്ലേ? മുഹമ്മദ് എത്ര മക്കൾ മരിച്ചു പോയിട്ടുണ്ട്? മക്കളൊക്കെ ബേസിക്കലി ഏജിൽ അസുഖം വന്ന് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഫാമിലിയുള്ള കുറെ പേര് കുത്തേറ്റും. അതെ, മുഹമ്മദ് എന്താ ബാക്കിയുള്ള മരുമക്കൾ തന്നെ പരമ്പരയൊക്കെ അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കണം. പക്ഷേ ഡിപ്രഷൻ ഇല്ല. അതെ, ഡിപ്രഷൻ അല്ല, ആ വെളിച്ചുള്ള കാലഘട്ടമാണ്. ഈ ദൈവത്തെ വിശ്വസിക്കുന്ന നിഷ്കളങ്കരായിട്ടുള്ള വിശ്വാസികളാണ് ഇവരുടെ ആയുധം. മതം വളർത്തുന്നു. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം അൺസർട്ടനിറ്റിയാണ് ഈ വിശ്വാസത്തിന്റെ കാരണം. അല്ലെ, നാളെ എന്ത് നടക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ പോലും വിടുന്ന റോക്കറ്റിലെ എല്ലാ ഭാഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അവർക്ക് ഉറപ്പില്ല. കാരണം ഒന്ന് റോക്കറ്റ് അടുത്തേക്ക് കണക്ട് ചെയ്ത് പോയി അവിടെ സർക്യൂട്ട് കറക്റ്റായി ഇങ്ങനെ പോകണമെങ്കിൽ പ്രവർത്തിക്കണമെങ്കിൽ അപ്പോൾ ഇത് മനുഷ്യന്റെ എത്ര ബുദ്ധി ഉപയോഗിച്ചാലും പാടി പോകാം. അല്ലേ, അപ്പോൾ അവിടെ പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്താ പ്രാർത്ഥിക്കുക? അതിനെതിരല്ല അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ള പേര് അടിച്ചേൽപ്പിക്കരുത്. ആ മണ്ടത്തരമാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് പറയാൻ മാത്രം മതി. അത് ചിന്തിക്കാത്തവരും വിശ്വസിക്കാത്തവരെല്ലാം വിഡ്ഢികളാണെന്ന് പൊട്ടന്മാരാണെന്നും അവരെല്ലാം കൊല്ലപ്പെടേണ്ടവരാണെന്ന് ചിന്തിക്കാൻ മതി. അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ കൺവേർട്ട് ചെയ്യേണ്ടവരാണെന്ന് വിശ്വസിക്കാൻ മതി. നമ്മളെ മാത്രമാണ് ചെയ്ത് പറയാൻ മതി. നമ്മളേത് മാത്രമാണ് ശരി എന്ന് പറയാതിരുന്നാൽ മതി. അദ്ദേഹം പറയുന്നത് എന്തൊരു അദ്ദേഹം പറഞ്ഞാൽ തന്നെ വലിയ കോൺടെക്സ്റ്റ് ഉണ്ട്. അദ്ദേഹം ഇതൊക്കെ വലിയ ഒരാളെ പോലെ വന്നിരുന്നു നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ നിങ്ങൾ പിന്നെ പറഞ്ഞ മണ്ടത്തരമാണ്, ഇത് പൊട്ടത്തരമാണ്, പറഞ്ഞത് പിന്നെ പണ്ടത്തെ ആൾക്കാർ ഇരുണ്ട കാലഘട്ടത്തിൽ പൊട്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ അദ്ദേഹം പറയാം. ഇവിടെ സന്തോഷ് ജോർജ് ക്ലിയർ ആയി പറയുന്നുണ്ട്, മണ്ടത്തരങ്ങൾ, നിങ്ങളുടെ മണ്ടത്തരങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയരുത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയണത് മണ്ടത്തരമല്ല, അത് ഫാക്റ്റാണ്, എവിഡൻസ് ബേസ്ഡ് ആണ്. സന്തോഷ് ജോർജ് കുളങ്ങര ആദ്യം തന്നെ പറയുന്നുണ്ട്, എവിഡൻസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തോ, അത് നിങ്ങൾ ശരിയാണെന്ന് പറഞ്ഞോ. പക്ഷെ മണ്ടത്തരങ്ങൾ ശരിയാണ്, നിങ്ങളുടെ മണ്ടത്തരങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയരുതെന്ന്. അപ്പോൾ ഇത് ഹിലാൽ ഒന്നും കൂടി ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആവും. പക്ഷെ അതിന് റെസ്പോൺസ് ആയിട്ട് ഹിലാൽ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഇപ്പൊ നമ്മളെ മാത്രമാണ് ശരി എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഞങ്ങൾ പറയണതാണ്. അതെ, നിരീശ്വരവാദം മാത്രമാണ് ശരി. എനിക്ക് തോന്നണത് ലോകം ചുറ്റുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ സന്തോഷ് ജോർജ് അങ്ങനെ പറയണം. ഇപ്പം ഈ 20 മിനിറ്റ് ഏകദേശം പറഞ്ഞ കാര്യത്തിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. പറഞ്ഞത് ഒരു കാഷ്വൽ ടോക്ക് പോലെ പറയണ പല കാര്യങ്ങളും ഇപ്പോൾ ഫിലോസഫേഴ്സ് പറയുന്ന കാര്യങ്ങൾ കാഷ്വലായി പറഞ്ഞ എങ്ങനെ ഉണ്ടാവും, ആ ഒരു എഫിഷ്യൻസിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ലോകം ചുറ്റുകൊണ്ടുള്ള ഗുണമാവാനാണ്. ഇപ്പോൾ ആളെ മറ്റേ സഞ്ചാരി ഡയറി കുറിപ്പ് ഫോളോ ചെയ്യണ ഒരാളായതുകൊണ്ട് ഞാൻ ഇട്ടിട്ടാണ് ഫുൾ ടൈം നടക്കില്ല. അപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയാം, ആള് പറയണ അധിക കാര്യങ്ങളും എഫിഷ്യൻ്റ് ആവാറാണുള്ളത്. അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാം. അപ്ഗ്രേഡ്, ഗ്രോ അപ്പ് ഡ്യൂഡ്, അത്രേ പറയുള്ളൂ. ഒന്ന് പുരോഗമിക്കൂ, ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ, പുതിയ കൗണ്ടറുകൾ കൊണ്ടുവരൂ. അതെ, പിന്നെ ദിവസം കഴിയും തോറും നമുക്ക് ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യത കൂടി വരികയാണ്. പിന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുമൊന്നും വരില്ല. അതെ, അപ്പൊ ശരി.